ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാ സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മൾ പഴയ കാലത്ത് കേട്ട സുന്നി, ആ സുന്നിയാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പൊ ഞാൻ സംഘടനയിൽ പഴയ കാലത്തുണ്ടായ സമയങ്ങളിൽ ഈ തെന്നലയുടെ പല ഭാഗങ്ങളിലും നമ്മൾ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല പല സന്ദർഭങ്ങളിലും ഇവിടെ പലരുമായും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന ആ സുന്നി അതൊന്നുകൂടി ശക്തമായി പറയുന്ന കാലമാണ് ഇപ്പോൾ. അക്കാലത്ത് പറഞ്ഞതുമായി ഒരു കാലത്തും ഞങ്ങളിലേക്ക് വരിക തന്നെ വേണ്ട. പലരുമായും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന ആ സുന്നി അതൊന്നുകൂടി ശക്തമായി പറയുന്ന കാലമാണ് ഇപ്പോൾ. അക്കാലത്ത് പറഞ്ഞതുമായി ഒരു കാലത്തും ഞങ്ങളിലേക്ക് വരിക തന്നെ വേണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കോട്ടക്കലിൽ വെച്ച് പറയാം, 14-ാം തീയതി കോട്ടക്കലിൽ വെച്ച് പറയാം എന്ന ഒരൊറ്റ ഡയലോഗോട് കൂടി ജനസഞ്ചയത്തെ കോട്ടക്കലിൽ ഒരുമിച്ച് കൂട്ടിയ മഹാവിസ്മയത്തിന്റെ പേരാണ് സുൽത്താൻ ഉലമാ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. അള്ളാഹു ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഒരു സമ്മേളനം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിൻ്റെ എപ്പോഴും എല്ലാ സമ്മേളനങ്ങളും അങ്ങനെ തന്നെയാണ്. എന്നാലും പ്രത്യേകിച്ചും കോട്ടക്കലൊക്കെ ഒരു വൈകാരികമായ സംസാരങ്ങളിലേക്കും ഇടപെടലുകളിലേക്കും മുദ്രാവാക്യങ്ങളിലേക്കും ആക്രോശങ്ങളിലേക്കും ഒക്കെ നീങ്ങാൻ എത്രയോ സാധ്യതയുള്ള ഒരു സമ്മേളനത്തിൽ എത്ര അവധാനതയോടെയാണ് സുൽത്താൻ ഉലമയും കൂടെ പ്രസംഗിച്ച ആളുകളും കൈകാര്യം ചെയ്തത് എന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ്, നമ്മൾ പിന്തുടർന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മൾ കൈപിടിച്ച മഹാന്മാർ അവർക്ക് തെറ്റിയിട്ടില്ല. സമസ്തയുടെ നേരവകാശികൾ ആരാണെന്ന് പറയാതെ പറയുകയാണ് ആ സമ്മേളനം ഇന്നലെ കാണിച്ചു തന്നത്. ജനസഞ്ചയം മുന്നിൽ കണ്ടപ്പോഴും അവിടുന്ന് വാക്കുകളിൽ സ്ഖലിതങ്ങൾ വന്നില്ല, ഒരാളുടെയും വാക്കുകളിൽ സ്ഖലിതങ്ങൾ വന്നില്ല. ശരിക്കും മറുപടി പറയാൻ എല്ലാ അർഹതയും ഉണ്ടായിട്ടും അതിലൊന്നും ഒരു അധിക വാക്കുകളുടെ ഒരു ലാഞ്ചന പോലും ഇല്ലാതെ, എന്നാൽ വിഷയങ്ങൾ വട്ടം പോലെ പറയാനുള്ളത് പറയേണ്ടതുപോലെ പറയുകയും ചെയ്തു. എന്നാൽ രസകരമായ മറ്റൊരു സംഗതി, ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ബസ്, ആ ബസ്സിന്റെ ബാക്കിൽ എന്തോ ഒരു ബോർഡൊക്കെ വായിച്ച് കുറുവട്ടൂരി ഗ്രൂപ്പുകൾ അവർ ഗ്രൂപ്പുകളിൽ നടക്കുന്ന ചർച്ചയുടെ ഒരു കാരണം നമുക്ക് ഇങ്ങനെ വായിക്കാം: ആൾപ്പെരുപ്പം കാണിക്കാൻ വേണ്ടി തലസ്ഥാന നഗരിൽ നിന്ന് മുസ്ലിയാരുട്ടികൾ ഇറക്കുമതി ചെയ്തു എന്ന്. അപ്പൊ ഈ വട്ടൂരികൾ മനസ്സിലാക്കിയത് ഈ സമസ്ത സമ്മേളനം എന്ന് പറഞ്ഞാൽ, സമസ്ത എന്നൊക്കെ പറഞ്ഞാല് അത് കുറുവട്ടൂർ പ്രദേശത്ത് കോട്ടക്കല്, അതുപോലെ തന്നെ പെരിന്തൽമണ്ണ, മലപ്പുറം, പരപ്പനങ്ങാടി, കോഴിക്കോടിന്റെ കുറച്ച് ഭാഗം ഇവിടൊക്കെയാണ് സമസ്ത എന്നാണ് ഇവര് മനസ്സിലാക്കിയത്. അപ്പൊ ആ ഒരു ഒറ്റ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരൊറ്റ ഒരു വാർത്താ സമ്മേളനത്തിന്റെ ചെറിയൊരു ക്ലിപ്പും പിന്നെ അനുബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങളും ആയപ്പോഴേക്കും ഇന്നലെ സമ്മേളന നഗരി നിറഞ്ഞു കവിഴുന്ന രൂപത്തില് ആലിമീങ്ങളും സാധാരണക്കാരും പ്രായം ചെന്ന ആളുകളും ഇന്നലെ സമ്മേളനത്തിൽ തിരിച്ചു പോരാൻ സമയത്ത് പ്രായം ചെന്ന ഒരാളുടെ സംസാരം കേട്ടപ്പോ വല്ലാതെ ആവേശം തോന്നിപ്പോയി. അദ്ദേഹം സുൽത്താൻ ഉലമക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഇതിന്റെ വരുംവരായികളൊക്കെ കുറിച്ച് അദ്ദേഹത്തിന്റെ പരിചയം വെച്ചിട്ട് പറയുന്നത് കേട്ടപ്പോ, എന്നാൽ കുറുവട്ടൂരുകൾ പറയുന്നതോ അല്ലെ, ഈ പ്രസ്ഥാനത്തിന്റെ അടിത്തറ ഇളക്കും, 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ശരിയാക്കും, ഞങ്ങൾ താങ്കളുടെ പുറത്ത് വിടാണ്ട് അങ്ങോട്ട് ആക്കാണ്ട് ഇങ്ങോട്ടാക്കാണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒച്ചമൂളി ഉണ്ടാക്കി കോട്ടക്കൽ സമ്മേളനത്തെയും അവർ ഉറ്റുനോക്കുകയായിരുന്നു. ആരുമില്ലാതെ കുറച്ചാളുകൾ മാത്രമായി ഇത് ഇളിഭ്യരാകുമെന്ന മനപ്പാസമുണ്ട കുറുവട്ടൂരുകളുടെ മുഖത്തടിച്ചതുപോലെയാണ് ജനസഞ്ചയം ഇന്നലെ കോട്ടക്കലേക്ക് ഒഴുകിയെത്തിയത്. ജനസഞ്ചയങ്ങൾ ഒഴുകിയെത്തിയത് മാത്രമല്ല, വട്ടം പോലെ കാര്യങ്ങൾ പറഞ്ഞു. അവിടെ ആക്രോശങ്ങളില്ല, അവിടെ വെല്ലുവിളികളില്ല, അതല്ലെങ്കിൽ അവിടെ വലിയതായ ഒച്ചപ്പാടുകളോ ഒന്നുമില്ല. നല്ല അവധാനതയോട് കൂടി ഇൻഷാ അല്ലാഹ് 2027 ജനുവരി 28, 29, 30, 31 തീയതികളിൽ സമസ്തയുടെ 100ാം വാർഷികം നടക്കുമ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ
അതിന്റെ സമുന്നതരായ മുൻകാല നേതാക്കളെ കണ്ടും അവരിൽ നിന്ന് പഠിച്ചും അവരുടെ കൂടെ നടന്നും ആ സമസ്തയുടെ എല്ലാ ഊടും പാവും ശരിക്കും അനുഭവിച്ച, അതിന്റെ ചൂടും ചൂരും അനുഭവിച്ച സമസ്തയുടെ മഹാന്നതരായ മുൻഗാമികളായ ആലിമ്യങ്ങൾ, ചാപ്പനങ്ങാടി വാപ്പു മുസ്ലിദാദിനെ പോലത്തെ CM അലിയുള്ളാഹി അവിടുന്ന് സമസ്തയുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് പിന്നെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിട്ടില്ലെങ്കിലും അവിടുന്ന് എല്ലാ ആശീർവാദവും കൊടുത്ത, അതുപോലെ തന്നെ മഹാന്മാരായ മുൻകഴിഞ്ഞ മഹാന്മാരൊക്കെ കേരളക്കരയിൽ കഴിഞ്ഞുപോയവരൊക്കെ നേരെ ആശീർവാദവും എല്ലാ അനുഗ്രഹങ്ങളും പിന്തുണയും കൊടുത്ത സുൽത്താൻ ഉലമ സമസ്തയുടെ കാര്യദർശിയായി ഇന്നും നിലകൊള്ളുന്നത് 1/2 നൂറ്റാണ്ടിലധികമായി അവിടുന്ന് സമസ്തയുടെ കാര്യദർശിയായി നിലകൊള്ളുമ്പോൾ ആ മഹാവൃക്ഷത്തെ അവിടുന്ന് ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അവിടുന്ന് നേതൃത്വം കൊടുക്കുന്ന ഈ പ്രസ്ഥാനത്തെ 5 മിനിറ്റ് കൊണ്ട് തീരുമാനമാക്കാമെന്ന് പറഞ്ഞു നടക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു നല്ല സൗമ്യമായ മധുരമായ മറുപടിയായി ഇന്നലെ കോട്ടക്കൽ സമ്മേളനം. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമ്മേളനം ജനുവരി 28, 29, 30, 31 തീയതികൾ നടക്കുമ്പോൾ വലിയ വിജയമായി സമസ്തയുടെ അടുത്ത നൂറ്റാണ്ടിലേക്കുള്ള ഊർജമായി, അടുത്ത നൂറ്റാണ്ടിലേക്കുള്ള കാൽവെപ്പായി അള്ളാഹു അതിന് വലിയ വിജയം നൽകുമാറാവട്ടെ. എല്ലാവരും ആ സമസ്ത സമ്മേളനത്തിന്റെ പ്രചാരകരും അതിൻ്റെ എല്ലാ നിലക്കുമുള്ള പ്രവർത്തകരുമായി മാറുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.